ഹലോ ഗായ്സ് അപ്പം ഞാനും ഓറിയോയും കൂടി നമ്മുടെ മമ്മേൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്ക് വന്നേക്കാം കേട്ടോ. അപ്പോൾ തോട്ടത്തിൻ്റെ കാര്യം അതോ ഗതിയാണ്. മിനിഞ്ഞാന്നൊരു പന്നി വന്നിട്ട് അമ്മ നട്ട ചേമ്പെല്ലാം കുത്തിമറിച്ച് അടക്കി വെക്കുന്നുണ്ട്. അത് തന്നെ. പിന്നെ കുട്ടിമണി ലൈക്കയും കുട്ടിമണിയും അവരെ അയച്ചു വിട്ടാലും അവർ കളിക്കാൻ വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പം അതുകൊണ്ട് ആകെ അവസ്ഥയാണ്. ഇത് വെണ്ടയാന്ന് തോന്നുന്നു അല്ലേ? യെസ്, അത് എന്തോ നിൽക്കുന്നത് ടൈപ്പ് വെണ്ടയെന്ന് മമ്മ പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ വന്നേക്കുന്ന വേറെ ഒന്നുമില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന തക്കാളിക്കൊക്കെ ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. കാരണം കടയിൽ കാണുന്ന പോലെ ഒന്നും അത്രയും വലുതൊന്നും ഉണ്ടാവില്ല. വലിയ തക്കാളിൻ്റെ തൈ വാങ്ങി വെച്ചാലും ഉണ്ടാവുന്നത് ഇത്രയൊക്കെ ഉള്ളതായിരിക്കും കേട്ടോ. കുഞ്ഞു തക്കാളിയാണ്. ഇത് ചീത്ത ചെയ്യാൻ തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇച്ചിരിയും കൂടി അകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ടല്ലേ പച്ച കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തക്കാളി സത്യം പറഞ്ഞാൽ എനിക്ക് പച്ചക്ക് തിന്നാനൊന്നും എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമല്ലേ. പക്ഷെ തക്കാളി ഇങ്ങനെ വെറുതെ വഴറ്റിയിട്ട് അത് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇച്ചിരി ഉള്ളി അരിഞ്ഞിട്ട് വെറുതെ തോണ്ടി തിന്നാൻ നല്ല രസമാണ്. ചെമ്മീനൊക്കെ ഇട്ടിട്ട് തോരൻ വെക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. തക്കാളി പച്ച തക്കാളി തോരൻ വെക്കും, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നോക്ക്, ഇവിടെ കുഞ്ഞു തക്കാളി കുറെ നിൽക്കുന്നുണ്ട്. ഇത് വേണ്ടാത്തതാണോ? ചവിട്ടുന്നോടത്തൊക്കെ നിറച്ച് ചെടി ഉണ്ടാവും. അതാണ് മമ്മേനെ പച്ചക്കറി തോട്ടത്തിന്റെ വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് കണ്ടില്ലേ ഗൈസ്, കുഞ്ഞു തക്കാളി ഇതാ ഇതുണ്ടോ കുഞ്ഞു തക്കാളികളെ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് തക്കാളി ഇഷ്ടമാണോ അല്ലേ? എന്തായാലും എനിക്ക് തക്കാളി ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്, പക്ഷേ ഇഷ്ടമല്ല. തക്കാളി പണ്ട് ഇങ്ങനെ നടുവേ മുറിച്ചിട്ട് അതിനുള്ളിൽ പഞ്ചസാര ഇട്ടിട്ട് കലക്കിയിട്ട് തിന്നുമായിരുന്നു. കുഞ്ഞു തക്കാളി ഇത് എവിടെ കുഞ്ഞു തക്കാളി നിൽപ്പുണ്ട് കേട്ടോ. പഴുത്തത് മാത്രം പറിച്ചോ. 1 2 ഇത് പിന്നെ ഓറഞ്ച് കളർ അതുകൊണ്ടില്ലേ. അതൊന്ന് കടിച്ചു നോക്കാവേ. നല്ല ഫ്രഷ് ആണ് കേട്ടോ, പേടിക്കാനൊന്നുമില്ല. ഫ്രഷ് ആണേ. ഇതുണ്ടല്ലേ. എന്താ ഇഷ്ടല്ല.